ഓക്കെ. അപ്പോൾ അതിൽ ലിസണിങ്ങിന്റെ റൂൾസ്, ലിസണിങ്ങിന്റെ ട്രിക്സ് ആൻഡ് ടിപ്സ്. രണ്ടാമത്തെ പാർട്ടിൽ പല റീഡിങ്, ബുക്ക്. ഓക്കെ. അപ്പോൾ റീഡിങ്ങിന്റെ എക്സാമ്പിൾസ്, ജനറൽ റൂൾസ്, മിസ്റ്റേക്സ് റീഡിങ്, ഹൗ ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നത് അടുത്ത ചാപ്റ്റർ വന്നിരിക്കുന്നത് റൈറ്റിംഗ് സെക്ഷൻ വന്നിരിക്കുന്നത്. അസസ്മെന്റ് ഓഫ് റൈറ്റിംഗ് ടാസ്ക്, അക്കാദമിക് റൈറ്റിംഗ് ടാസ്ക്, റൈറ്റിംഗ് വൺ ടൈപ്പ് ഓഫ് ചാർട്ട്, റൈറ്റിംഗ് ചാർട്ട് അങ്ങനെ എഴുതുന്നത്. അതിനൊക്കെ സിനോണിമസ് എങ്ങനെയാണ്, ഹൗ ടു റൈറ്റ് ഇൻട്രഡക്ഷൻ ഫോർ റൈറ്റിംഗ് വൺ, ജനറൽ റൂൾസ് ഫോർ ചാർട്ട് റൈറ്റിംഗ്, ടൈം ഫ്രെയിം ഫോർ ടെൻസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ടേബിൾ ചാർട്ട്, പൈ ചാർട്ട്, മാപ്പ് ചാർട്ട്. ഓക്കെ. നിത കേക്കാവോ? ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ഈ ബുക്ക് കണ്ടിരുന്നോ? കണ്ടിരുന്നു. ബുക്ക് വായിച്ചിരുന്നോ? വായിച്ചിരുന്നു. ഒരു ബുക്ക് വായിച്ചു, എല്ലാ ബുക്കൊന്നും വായിച്ചില്ല സാർ. ഒരു ബുക്ക് വായിച്ചു. അപ്പൊ അതിൽ അവര് കുറെ ഗ്രാഫിന്റെ ഒക്കെ അവര് ഇങ്ങനെ പല രീതിക്ക് അവര് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ ഈ ബുക്ക് വായിച്ചായിരുന്നോ സാർ? അത് ഏതാന്ന് ഞാൻ ഓർക്കണം. ഒരു ബുക്ക് ഇങ്ങനത്തെ തന്നെ വായിച്ചു ഞാൻ. ഇതുപോലെ തന്നെയല്ലേ കുറെ ബുക്ക് സാറെ കൊടുത്തണേ? ഇതേപോലെ തന്നെ 3-4 ബുക്ക് ഇല്ലേ? 2-3. തുറന്നാ ഞാൻ പറയാം ഇതന്നെയാണോന്ന്. ഓക്കെ. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഈ ഡോക്ടർ ന്യൂറൽ ആനം എന്ന് പറഞ്ഞ ആള് ക്ലാസ് എടുക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇത് ഈ ബുക്കിന്റെ അകത്ത് ക്ലാസ് എടുക്കാൻ പോണത്. നമുക്ക് ആ സാറിന്റെ ക്ലാസ് നമുക്ക് നോക്കാം. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ബുക്കിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ നോക്കണേ. പിന്നെ അത് മൊത്തം ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. അപ്പൊ പിന്നെ ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോ IELTS പ്രിപ്പറേഷൻ, ലിസണിങ് സെക്ഷന്, ലിസണിങ്ങിന്റെ സബ് സെക്ഷൻസ്, ലിസണിങ് ടെസ്റ്റ്, ജനറൽ റൂൾസ് ഫോർ ലിസണിങ്, സ്പെഷ്യൽ റൂൾസ് ഫോർ ലിസണിങ്, ലിസണിങ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആൻഡ് അപ്രോച്ച് ആൻസർ, ട്രിക്സ് ആൻഡ് ട്രാക്സ്, മിസ്റ്റേക്സ് ഇൻ ലിസണിങ്. അപ്പൊ ഇതൊക്കെ ലിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഡിഫറെന്റ് ട്രിക്സ് ആൻഡ് ടിപ്സ് നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ സൗണ്ട് ലൈക്ക് വേർഡ്സ്, മോഡ് ഓഫ് ലിസണിങ് പ്രാക്ടീസ്, ലിസണിങ് സ്കിൽസ്. നമ്മൾ ഈ ബുക്ക് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കി പോകണുള്ളൂ കേട്ടോ. ജസ്റ്റ് കേട്ടിരുന്ന മാത്രം മതി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് ഇരുന്ന് നല്ലവണ്ണം ഫുൾ ആയിട്ട് വായിച്ചോണം കേട്ടോ. അടുത്തതില് റീഡിങ് സെക്ഷൻ. റീഡിങ് നോക്കുകയാണെങ്കിൽ ജനറൽ റൂൾസ് ഫോർ റീഡിങ്, ടൈപ്സ് ഓഫ് റീഡിങ്, ക്വസ്റ്റ്യൻ, സ്ട്രാറ്റജി ഓഫ് ദി ആൻസർ. നമ്മൾ നോക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? 10 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി നോക്കിയില്ലായിരുന്നോ? നമ്മൾ ഈ സാറിനെ നോക്കിയായിരുന്നേ. ദിസ് ഇസ് വെരി ഗുഡ് വൺ. മിസ്റ്റേക്സിന് IELTS തെറ്റുണ്ടാവാനുള്ള കാര്യങ്ങള്, മോഡ് ഓഫ് റീഡിങ് പ്രാക്ടീസ്, Okay, mode of reading practice, how to solve the passage questions, പിന്നെ explanation of passage 1 question, solution, explanation of passage 2. 3 പാസേജ് കൊടുത്താൽ എങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ റൈറ്റിങ്ങിന്റെ നമുക്കിത് ഒന്നും കൂടി ഡീപ്പായിട്ട് വായിച്ചു നോക്കാം. അപ്പൊ റൈറ്റിങ്ങിന്റെ അകത്ത് നമുക്ക് ചെയ്യാം. നമുക്കിപ്പോ കിട്ടാവുന്ന കംപ്ലീറ്റ് ഡിഫറെന്റ്. ഇപ്പൊ ഈ സാർ എങ്ങനെയാണ് റൈറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നൊക്കെ നോക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. I like it. അപ്പോൾ റൈറ്റിംഗിന്റെ ടൈപ്പ് 1 റൈറ്റിംഗ് ചാർട്ട്, വൊക്കാബുലറി, സിനോണിമസ്, ഹൗ ടു റൈറ്റ് ഇൻട്രഡക്ഷൻ റൈറ്റിംഗ്. ഈ സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇൻട്രഡക്ഷൻ എഴുതാൻ നോക്കാം നമുക്ക്. പിന്നെ ജനറൽ റൂൾസ് ഫോർ ചാർട്ട് റൈറ്റിംഗ്, ടൈം ഫ്രെയിം ആൻഡ് ടെൻസ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. ടൈം ഫ്രെയിം ആൻഡ് ടെൻസ്, റിപ്പോർട്ട് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിമും അതിൽ ഉപയോഗിക്കുന്ന ടെൻസുകൾ ഏതൊക്കെയാണെന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടോപ്പിക്കാണ്. നമുക്ക് വി ക്യാൻ റീഡ് ദാറ്റ് വൺ. ഓക്കെ. പിന്നെ ഇതിനകത്തൊരു 3-4 ടൈപ്പ് ചാർട്ട്, ഓരോ ടൈപ്പ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോ ചാർട്ട്, മിക്സർ ചാർട്ട്. ഇപ്പൊ നമുക്ക് ഇത്രയും ചാർട്ട്, ഈ ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ടേബിൾ ചാർട്ട്, പൈ ചാർട്ട്, മാപ്പ് ചാർട്ട്, ഫ്ലോ ചാർട്ട്, മിക്സർ ചാർട്ട്, ഇത്രയും ചാർട്ട് കാണാൻ പഠിച്ച ഒരുമാതിരി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. സോ ഓക്കെ. ടൈപ്പ് 2
എങ്ങനെയാണ് ജനറൽ റൂൾസ് ഇപ്പോൾ എസ് എ റൈറ്റിങ്ങിന്റെ നമ്മുടെ എസ് എ റൈറ്റിംഗ് തന്നെയാണുള്ളത്. പിന്നെ കോൺട്രവേഴ്സൽ ടോപ്പിക്, സിറ്റുവേഷൻ ടോപ്പിക്. നമുക്ക് ഈ ടൈപ്പ് 2 നമുക്ക് നമ്മുടെ പഴയ വേറൊരു ബുക്ക് നമ്മൾ നോക്കി ആ ഒരു മെത്തേഡാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ട്, ഇതിനേക്കാൾ നല്ലത് കേട്ടോ. കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്തും കുറെ കൂടെ പ്രാക്ടിക്കൽ ആയിട്ടും സ്ട്രക്ചർ ആയിട്ടും വെച്ചിട്ടുണ്ട്. നമുക്ക് ദാറ്റ്സ് റൈറ്റ്, യാ, അത് വേണം. അപ്പോ നമുക്ക് അത് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. ബട്ട് നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ. നമുക്ക് റീഡ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ. പിന്നെ കൺക്ലൂഷൻ, ബോഡി ഓഫ് എസ്സേ, ജനറൽ ടോപ്പിക്സ്, vocabulary, phrases, linkers of the way, some essay plans, practice tips for essay writing, essay topics practice, academic writing topic 1, common mistakes in writing. This is why I show എന്താ common mistake ആണ് വരാം. General writing and general writing 1 assessment. അത് ലെറ്റർ അതായത് അക്കാദമിക് ജനറൽ എഴുതുന്ന ആൾക്കാരുടെ ലെറ്റർ എഴുതാൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ സ്പീക്കിംഗ്, how to improve speaking skills, IELTS criteria for speaking test, exam tips, what to and how to approach, common vocabulary and phrases used in speaking, practice material, summary and tips. ഇത്രയുമാണ് ഈ ബുക്കിൻ്റെ അകത്തുള്ളത് കേട്ടോ. സോ നമുക്ക് ഈ ബുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഈ ബുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുക. വായിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം സൈഡിൽ എഴുതി പോവുക കേട്ടോ. ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുത്ത് അതിൽ നമുക്ക് അതിനകത്തുണ്ട്, അതിനെ പേജ് നമ്പർ നോക്കിയിട്ട് നോട്ട് വെച്ചാലും മതി. റൈറ്റ്. സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല, വായിച്ച നല്ല തന്നെ, പക്ഷെ നമുക്ക് സ്നേഹമൊന്നുമില്ല. ഓക്കെ. ആദ്യത്തെ നമ്മൾ ലിസണിങ് ആണ് കണ്ടു അല്ലേ. ആ ലിസണിങ്ങിന്റെ അകത്ത് ആദ്യം കൊടുത്തിരിക്കുന്നതിന്റെ ഓവർവ്യൂ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് പ്രൊനൗൺസിയേഷൻ, എന്താണ് സ്ട്രെസ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ, therefore ഹിയർ സം സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ ഇതിന് പകരമായിട്ട് നമ്മൾ വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കാം. നമ്മൾ ലിസണിങ് ടെസ്റ്റുകൾ തന്നെ നമ്മൾ യൂട്യൂബിൽ കേൾക്കുക എന്നൊരു ട്രെൻഡ് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇവര് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ BBC കേൾക്കണം, മറ്റേ കേൾക്കണം, ദാറ്റ്സ് ഫൈൻ, അതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ നമ്മൾ ലിസണിങ് ടെസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഒരു ലിസണിങ് ടെസ്റ്റ് നമ്മൾ മസ്റ്റായിട്ടും കേട്ടിരിക്കണം. അത് കേട്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഇവൻ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിലിട്ട് ലൗഡ് കേട്ടാലും മതി. സോ നമുക്ക് അപ്പോൾ അത് യൂസ്ഡ് ആയിട്ട് മാറും ആ ലിസണിങ് കേട്ടോ. പിന്നെ ലിസണിങ് ടെസ്റ്റ്, ലിസണിങ് സെക്ഷൻസ് ഇൻ ടെസ്റ്റ്. ലിസണിങ് സെക്ഷൻ്റെ അകത്ത് എത്ര സെക്ഷൻ ഉണ്ടെന്നാണ് അതിനെക്കുറിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, 4 സെക്ഷനാണ് അത് മെയിനായിട്ട് വരുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന പേജ് നോക്കുമ്പോൾ ജനറൽ റൂൾസ് ഫോർ ലിസണിങ്, ലിസണിങ് ചെയ്യാനുള്ള ജനറൽ റൂൾസ്. യു ഹാവ് ടു സെറ്റ് യുവർ മൈൻഡ് ആൻഡ് കോൺസെൻട്രേറ്റ് യുവർ ബ്രെയിൻ ഫോർ ലിസണിങ് ബിഫോർ ടെസ്റ്റ് സ്റ്റാർട്ട്. നമ്മളിത് രണ്ടും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ലിസണിങ് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിന് നമുക്ക് ടൂ മച്ച് കോൺസെൻട്രേഷൻ പോകണ്ട കേട്ടോ. കാരണം ഒരു സംഭവം വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ പുറകെ പിന്നെയും പോവുമല്ലോ. പിന്നെ നമുക്ക് രണ്ടു വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി വി കീപ് ലിസണിങ് ദാറ്റ് വേണം കേട്ടോ. സോ ഇഫ് യു ഫീൽ നെർവസ്, ഒക്കെയാണ് ടിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഹെഡ് നോക്കുക, സ്പെഷ്യൽ റൂൾസ് ഫോർ ലിസണിങ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ, ഡോൺ ബി ഹറി, അങ്ങനത്തെ ഒരുമായ ടിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർലൈൻ ദ കീ പോയിന്റ്സ് ഇൻ ഇൻട്രഷൻ, അണ്ടർലൈൻ ദ കീ വേർഡ്സ് ബിയർ ദ മെയിൻ ഐഡിയ ഓഫ് ദ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ കൊടുത്തിരിക്കുന്നത് ഗസ് ദി ആൻസർ വെദർ ഇറ്റ് ഈസ് നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ഡേറ്റ്, പ്ലേസ്. ഡു നോട്ട് റീഡ് ഇൻസ്ട്രക്ഷൻ or questions when you are listening. Complete concentration on hearing. ഒമ്പതാമത്തെ ആൻസർ ഇമ്മീഡിയറ്റ്ലി, അതർവൈസ് യു വിൽ മിസ് ഇറ്റ്. ഞാൻ ആ ബോൾഡ് ലെറ്റർ കൊടുത്ത് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പത്താമത്തെ ഹാങ് ഓൺ ഇറ്റ്. 11ാമത്തെ നോക്കുകയാണ് ഗ്രാമർ. റീഡ് ദ ഓൾ ആൻസർ സെന്റൻസ് ക്വിക്ക്ലി. വെർബാണ്, നൗണാണ്, പ്രോണാണ്, മാച്ച് ചെയ്ത് നോക്കുക. ട്രൈ ടു ഡിഫറൻഷിയേറ്റ്. 13ാമത്തെ യൂട്ടിലൈസ് എ സൈലൻസ് ടൈം ബിഫോർ ഈച്ച് ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
14 do not leave any answer blank. If you missed your question to answer, just guess and answer it. Okay. സോ നമ്മൾ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു 16 ടെക്നിക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്നിരുന്ന് തറവാൻ. അടുത്ത അപ്രോച്ച് വെച്ചാൽ ലിസണിങ്, ക്വസ്റ്റ്യൻ ടൈപ്പ് ആൻഡ് അപ്രോച്ച് ഫോർ ആൻസർ. എന്താണ് ലിസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് ആൻഡ് അപ്രോച്ച് ഫോർ ദി ആൻസർ? ഓക്കെ, there are 11 types of questions in listening. Type 1, form completion, means fill in the blanks. Okay. Type 2, note completion, fill in the blanks, strategy. മൂന്നാമത്തെ ഒരു ആണെങ്കിൽ table completion, strategy, column, headings and captions for the table. നാലാമത്തെ പറയുമ്പോൾ sentence completion, fill up the blanks. Very important, you may not hear the exact word mentioned in the question, so it may be paraphrased. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അനുസരിക്കുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ IELTS എക്സാമിന്റെ അകത്ത് അവർ കളിക്കുന്ന ഗെയിം കംപ്ലീറ്റ് പാരാഫ്രേസ്ഡ് ആണ് കേട്ടോ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യണ കാര്യം ശ്രദ്ധിക്കുക. അത് ഈ 3 മണിക്കൂർ കൊണ്ട് ഒരാള് ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും കേൾക്കാനും പറയാനും അറിയാവുന്ന അവര് നമുക്ക് എഴുതി തരാം അത് കഴിയുമ്പോൾ ക്ലാസ്സിൽ കേട്ടോ. സോ അതുകൊണ്ട് അവര് നല്ല ടഫായിട്ടാണ് അതിന്റെ എല്ലാം പോണത്. കാരണം അവർക്ക് ഒരു ദിവസവും നമ്മുടെ കൂടെ അറിയാൻ സമയമില്ല. ഓക്കെ. അഞ്ചാമത്തെ ഡയഗ്രാം കംപ്ലീഷൻ. സെന്റൻസ് കംപ്ലീഷൻ കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ ഡയഗ്രാം കംപ്ലീഷൻ. അണ്ടർസ്റ്റാൻഡ് ദ ഡയഗ്രാം ഫസ്റ്റ്, ഓർഡർ ദ ക്വസ്റ്റ്യൻസ്, അണ്ടർലൈൻ ദ കീവേഡ്സ്. ഓക്കെ. ആറാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സ്ട്രാറ്റജി, ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ് ഓൺലി, കീവേഡ്സ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ഷോ ദ റൈറ്റ് പാത്ത്. ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ, മാച്ചിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഫർമേഷൻ മാച്ചിങ്. സ്ട്രാറ്റജി, ഫസ്റ്റ് ദ ക്ലാസിഫിക്കേഷൻ and feature options. ABC, try to remember matching options, underline the keywords, matching options. എട്ടാമത്തെ മാപ്പ്, പ്ലാൻ, ലേബലിംഗ്. സ്ട്രാറ്റജി, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഓർഡർ ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ഗസ് ദ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ്, റൈറ്റ്, ഈസ്റ്റ്, ലെഫ്റ്റ്, വെസ്റ്റ്, അപ്പ്, നോർത്ത്, ഡൗൺ. സോറി, ലെഫ്റ്റ് ഈസ് വെസ്റ്റ്, റൈറ്റ് ഈസ് ഈസ്റ്റ്, up is north, down is south. If there is no starting point, key features point like, order the questions. ഒമ്പതാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. Who, which, where, that, why, how. സ്ട്രാറ്റജി അത് ഉപയോഗിക്കുന്ന അത് സ്ട്രാറ്റജിനെ അണ്ടർലൈൻ WH വേർഡ്, കീവേഡ്സ്. അടുത്തത് name 2 to 3 things, features, mark and underline what kind of things or features. പത്താമത്തെ fact sheets, factors, features, strategy, underline the keywords, options. പതിനൊന്നാമത്തെ മോഡൽ എന്ന് പറയുമ്പോൾ പിക്ചർ പിക്കിംഗ്. പിക്ചർ പിക്ക് ചെയ്യാൻ ടൈപ്പാണെന്നാണ്. ചൂസ് എ പിക്ചർ ഫോം, സ്ട്രാറ്റജി, ഫൈൻഡ് ഔട്ട് 2 to 3 marking points in the pictures, so to distinguish correct answer from the listening. Tricks and traps, very very important ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ഹെഡിങ് വന്ന് ട്രിക്സ് ആൻഡ് ട്രാപ്പ് ഹെഡിങ് വരുന്നത്. സം ക്വസ്റ്റ്യൻസ് റൈറ്റേഴ്സ് ട്രൈസ് ടു കംപ്ലീറ്റ് ട്രാപ്സ്. ഒന്നാമത്തെ യെസ് യെസ്, നോ നോ നോ. Such a statement can be found in several times in IELTS listening reading section. So here you should cancel information given before but or however. But or however. So അതാണ് ആദ്യത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ് നമുക്ക് വായിച്ചു നോക്കാം. Sometimes the speaker may say something wrong and then correct it. Say wrong and correct it. Oh no. അത് ഞാൻ മൊത്തം വായിച്ചില്ല, ഞാൻ ജസ്റ്റ് ആ ഹെഡിങ് മാത്രമേ വായിച്ചുള്ളൂ. അത് നിങ്ങളത് കറക്റ്റ് ആയിട്ടൊന്ന് വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. യെസ് യെസ്, ബട്ട് നോ, ഓർ നോ നോ, ബട്ട് യെസ്. Such a situation can be found in several times in IELTS listening and reading section. Here you should cancel the information given before but or however. Then the right answer could be found after but or however.
Okay. ബട്ടിന് ഹബറിന് ശേഷം അല്ലേ? Yeah, you are very intelligent plus very qualified, but you are undisciplined. So you are fired from the job. From the narration, the answer to the question is what is the outcome of his job? The answer you can be get after but. Another example, the teacher said, Andeli, your answer is wrong. Your assignment is also not good. However, I'll give you the pass mark as you are quite serious and disciplined student. Here, whether Andeli passed or failed, you can find the answer after but. സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് തന്നെയാണ് അവരത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും. ഞാൻ ഈ ഹെഡിങ്ങും കൂടെ പോകാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇരുന്ന് വായിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ. നാളെ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് വായിച്ച് പറഞ്ഞു തരണം കേട്ടോ. ഐ വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. I'll check that way whether you read or not. Okay. അടുത്ത നോക്കുമ്പോൾ രണ്ടാമത്തെ പറയുമ്പോൾ രണ്ടാമത്തെ ട്രാക്ക് റോങ് ഓർ കറക്റ്റ്, റൈറ്റ് ആൻസർ. മൂന്നാമത്തെ സംടൈംസ് സ്പീക്കർ റിപ്പീറ്റ്സ് ദ കറക്റ്റ് ആൻസർ. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഹെൽപ്പ് ഓഫ് IQ. അഞ്ചാമത്തേന്ന് പറയുമ്പോൾ പാരാഫ്രേസ് വൺ വേർഡ്. ആറാമത്തെ എക്സ്ട്രീം ഡിറ്റർമിനർ ലൈക്ക് ഓൾമോസ്റ്റ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ഒരു 7 ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഈസ് നോട്ട് മെൻഷൻഡ്. വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്സ്, യു ഹാവ് ടു പ്രാക്ടീസ് കറക്റ്റ് സ്പെല്ലിംഗ് ആൻഡ് സൗണ്ട് ലൈക്ക് വേർഡ്സ് as well. രണ്ടാമത്തെ, റൈറ്റ് ഓൾ യുവർ ആൻസേഴ്സ് ഇൻ ദ ആൻസർ ഷീറ്റ് ഇൻ ക്യാപിറ്റൽ ഓർ ബ്ലോക്ക് ലെറ്റേഴ്സ്. ശ്രദ്ധിച്ചോ? ക്യാപിറ്റൽ ലെറ്റർ എഴുതണുള്ളൂ കേട്ടോ. Because in some answers, proper noun, name of place, river, etc., you have to write first letter as a capital, otherwise answer will be wrong. You can avoid this problem of capitalization by writing the answers in capital letters. അതായത് ഇപ്പോ എന്താ പറഞ്ഞേ, ഇപ്പൊ നമ്മൾ വലിയ അക്ഷരം ചെറിയ അക്ഷരം കൂടി എഴുതുമ്പോ ആദ്യത്തെ വാക്ക് അത് അങ്ങനെ തന്നെ വേണമെന്നല്ല പറയണേ. അപ്പൊ നമ്മള് എഴുതുന്ന എക്സാം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യണ എക്സാം ആണ് കേട്ടോ. അപ്പൊ അതില് നമുക്കുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഓക്കെ, അതുകൊണ്ട് എല്ലാ ക്യാപിറ്റൽ ലെറ്റർ എഴുതി വെച്ചാൽ കുഴപ്പമുണ്ടാവുക, അങ്ങനത്തെ വിഷയം ഉണ്ടാവില്ല എൻ്റെ അകത്ത്. ഇറ്റ് ഈസ് wise to write all your answers in the answer sheet in capital or block letters in order to avoid mistakes of capitalization. Okay, കാരണം അവരൊരു കോംപ്രമൈസ് തയ്യാറല്ല. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ല കേട്ടോ. അതാ പറയും. മിസ്റ്റേക്സ് ഇൻ ലിസണിങ്. എന്താണ് മിസ്റ്റേക്സ് നോക്കാം. 8 മേജർ മിസ്റ്റേക്ക് IELTS ലിസണിങ്. ഒന്നാമത്തെ, നോട്ട് മാനേജ് സഫിഷ്യന്റ് കോൺസെൻട്രേഷൻ. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുമ്പോൾ theme of the conversation or monologue. Listen to the instruction. Did not care understand the theme of the conversation. Did not read the question instruction. Did not underline the key words in the instruction questions. Follow the speaker. Did not write the answers on the question booklet immediately as you got it. Write your answer immediately on the question booklet as you listen it. Hang on a missed question and not moving forward is always forward when you are hear the speech. ഏഴാമത്തെ പറയുമ്പോൾ ഫാൾട്ട് ഇൻ ആൻസർ ട്രാൻസ്ഫർ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കുക. കോമൺലി മിസ്പെൽഡ് വേർഡ്സ്, നല്ലൊരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദിസ് എ വെരി ഗുഡ് വൺ. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഇസ് ഇനഫ് യു ടു റിമെമ്പർ ദം. നോട്ട് ഓൺലി ദാറ്റ്, യു വിൽ റിമെമ്പർ ദ സ്പെല്ലിംഗ് വേർഡ്സ് സിമിലർ റാഡിക്സ്. കണ്ടോ, ഇത് സാധാരണ നമുക്ക് ഇതിന്റെ ആ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്ത് ആ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതിന്റെ ആദ്യം എഴുതണം നമ്മള്. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ എഴുതിക്കോ. അതല്ലേ,
കണ്ടോ, ഇതിനകത്ത് കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വാക്കുകൾ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാനായിട്ട് ടേക്ക് സം ടൈം. സോ കീപ് റീഡിങ്. ഓക്കെ, സോ അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവർ ചെക്ക് ചെയ്യണതും നമുക്ക് ഇതാണത്. പിന്നെ കുറെ സൗണ്ട് ലൈക്ക് സാറേ നമ്മളിപ്പോ ഈ വാക്കിന്റെ ഒക്കെ ആദ്യത്തെ ലെറ്റർ മറ്റേ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും എഴുതുമ്പോ എല്ലാം നമ്മൾ എസ് ഒക്കെ എഴുതുമ്പോ ഈ അബണ്ടൻസ് ഒക്കെ എഴുതുമ്പോ നമ്മൾ എല്ലാത്തിനെയും ക്യാപിറ്റൽ ലെറ്റർ എഴുതണോ? വേണ്ടല്ലോ. ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് മാത്രമേ നമുക്ക് എഴുതാവുള്ളൂ. അതാ ചോദിച്ചു സാറോട്. ഇതിന്റെ അകത്ത് പറഞ്ഞ ചില ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മള് കുറച്ചും കണ്ടുപിടിക്കുന്ന ചില നദികളുടെ പേര്, അങ്ങനത്തെ സ്ഥലം, സ്ഥലങ്ങളുടെ പേര്, അപ്പൊ അതൊക്കെ എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ വന്ന അവിടെ കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് വേർഡ് കൊടുത്തിട്ടുണ്ട്. അഡ്വൈസ് ആൻഡ് അഡ്വൈസ്, ഓൾ ടുഗദർ, എലോൺ, ആൻഡ്. സോ സിമിലർ പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷെ വേർഡിങ്സ് ഡിഫറെന്റ് ഉള്ള കുറെ വേർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും വായിച്ചു നോക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ അടിയിൽ ഇപ്പൊ കണ്ടോ, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അപ്പൊ അതുകൊണ്ട് പഠിച്ചു റിസൾട്ട് എന്താ? തോൽവി കേട്ടോ. പ്രാക്ടീസ് പ്രാക്ടീസ്, റിസൾട്ട് എന്താ? പാസ്സാവും കേട്ടോ. ഓക്കെ, വെൻ യു ആർ ഗോയിങ് ടു പ്രാക്ടീസ് ലിസണിങ്, do in 2 directions. A, adjust your ear to English sound. B, കാരണം നമ്മൾ മറ്റേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ അകത്ത് മോഡ് ഓഫ് ലിസണിങ് പ്രാക്ടീസ്, ഒരു ലിസണിങ് പ്രാക്ടീസിന്റെ എങ്ങനെ ചെയ്യാന്നുള്ളത് കൊടുത്തത് നമുക്കത് വലിയ ആവശ്യമാണ്. കാരണം നമുക്ക് ഇന്നിപ്പോ ടെക്നോളജി മാറി യൂട്യൂബ് ഒരുപാട് കിടക്കുന്നുണ്ട്. You will improve the following skill by your listening practice: making assumptions, comprehend the number, comprehend the sound alphabet, comprehend the time, comprehend the frequency, comprehend some descriptions, find out synonyms and paraphrase those sentences, comprehend emotions, stress, different type of emotions. Okay, comprehend the classification, comprehend the comparison and contrast, comprehend the chronology, comprehend the negative value of the meaning, prefixes that in negative sense. അപ്പൊ അത്രയുമാണ് ലിസണിങ്ങിന്റെ അകത്തുള്ളത് കേട്ടോ. അപ്പോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു പോയിട്ട് നമുക്ക് നോക്കാം. ലിസണിങ്ങിന്റെ ഹെഡിങ്ങിന്റെ അകത്ത് നമ്മൾ ആദ്യം ലിസണിങ്ങിന്റെ സബ് സെക്ഷൻസ് കണ്ടു. ജനറൽ റൂൾസ് ഫോർ ലിസണിങ് നമ്മൾ കണ്ടിരുന്നു. സ്പെഷ്യൽ റൂൾസ് ഫോർ ലിസണിങ് നമ്മൾ കണ്ടു. ലിസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താണ്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം നമ്മൾ കണ്ടു. ട്രിക്സ് ആൻഡ് ട്രാക്സ്, ഓരോ ട്രിക്കുകൾ വരുന്നുണ്ട്. മിസ്റ്റേക്സ് എന്ന് കണ്ടു. കോമൺലി മിസ്പെൽഡ് വേർഡ്സ് നമ്മൾ കണ്ടു. സൗണ്ട് ലൈക്ക് വേർഡ്സ് നമ്മൾ കണ്ടു. മോഡ് ഓഫ് ലിസണിങ് പ്രാക്ടീസ് നമ്മൾ കണ്ടു. അത് നോക്കണ്ട, ലിസണിങ് സ്കിൽസ് കണ്ടു അല്ലെ. നമുക്ക് നോക്കാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഇരുന്ന് ഒറ്റ ഇരിപ്പിനങ്ങ് വായിച്ചു തീർക്കുവാണ് നല്ലത് കേട്ടോ. ലിസണിങ് ഇരിക്കണം, ലിസണിങ് വായിച്ചു തീർത്തേക്കുക. ലിസണിങ്ങിന്റെ ആ ബുക്കിന്റെ അകത്ത് എന്താ ഉള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത റീഡിങ്ങിന് നോക്കാം. നമുക്ക് റീഡിങ്ങിനെന്ന് പറയുമ്പോ ഓക്കെ, റീഡിങ്ങിന്റെ ഹെഡിങ് ഒന്ന് നോക്കാം. ഓവർവ്യൂ ഉണ്ട്, ജനറൽ റൂൾസ് IELTS ഉണ്ട്, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ സ്ട്രാറ്റജി ഉണ്ട്, മിസ്റ്റേക്സ് IELTS റീഡിംഗ് ഉണ്ട്, മോഡ് ഓഫ് റീഡിംഗ് പ്രാക്ടീസ് ഉണ്ട്, ഹൗ ടു സോൾവ് പാസേജ് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ 3 പാസേജ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ, ജനറൽ റീഡിങ്. ഓക്കെ, സോ നമുക്ക് നോക്കാം റീഡിങ്ങിന്റെ ഹെഡിങ് നോക്കാം. റീഡിങ് സെക്ഷൻ ഓവർവ്യൂ എന്തൊക്കെയാണ്. ഇതാണ് ഇത് മെയിൻ ആയിട്ടും പറയുന്ന കാര്യം. റീഡിങ് വേഴ്സസ് സ്കിമ്മിങ് വേഴ്സസ് സ്കാനിങ്. റീഡിങ്ങിന് ഏറ്റവും ഉപയോഗിക്കുന്ന സംഭവമാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. ഓക്കെ, ഇങ്ങനെ ഓടിച്ച് നോക്കുകയാണ് സ്കിമ്മിങ് എന്നും, സൂക്ഷിച്ച സംഭവം തപ്പിയെടുക്കുകയാണ് സ്കാനിങ് എന്നും പറയും. റീഡിങ്ങിന്റെ എപ്പോഴും നമ്മുടെ മനസ്സിൽ കണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറഞ്ഞ ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞ സംഭവമാണ്, പശുവിനെ കൂടി തപ്പിപ്പോവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? ജേഴ്സി ആയിരിക്കും കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, വേഴ്സ് ജേഴ്സി നോട്ട് ദ പശു എക്സാക്ട് നമുക്ക് കിട്ടുന്നിരിക്കില്ല. അപ്പൊ എന്താണ് സ്കിമ്മിങ്, എന്താണ് സ്കാനിങ്?
Scanning means going through the sentences very quickly without any comprehension. Okay. General rules for IELTS. Concentrate yourself. Read a question to understand it. That's important. You have to read the question and understand it, skim the test, comprehend it, then find out the right answer. ക്വസ്റ്റ്യൻ നമ്മൾ നല്ല തറവുമായിട്ട് വായിച്ചിരിക്കണം റീഡിങ്. കാരണം നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തറവുമായിട്ട് വായിക്കും. കാരണം നമുക്കത് പറ്റിക്കാൻ വേണ്ടി പല പണിയും അവർ ചെയ്തിരിക്കും. ഇതിൻ്റെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസറിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കാൻ ചിന്തിക്കുക കേട്ടോ. സബ്ജക്ട് ടെസ്റ്റ് പോലെയല്ല, സബ്ജക്ട് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ നിന്നായിരിക്കും ആൻസർ ഉണ്ടാക്കിയിരിക്കുക. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ആ ആൻസർ ആണ് ആദ്യം എഴുതപ്പെട്ടത്, അതിന്റെ അകത്ത് നിന്ന് അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ ദേ വിൽ ട്രൈ ഓൾ ദ ട്രാപ്ഡ് ടു ചെക്ക് ഔട്ട് നോളജ് ഇംഗ്ലീഷ്. ടൈം മാനേജ്മെന്റ് നമുക്ക് ശരിയാക്കാം. മെയിൻറ്റെയിൻ ദ ടൈം ഫോർ ക്വസ്റ്റ്യൻസ് 50 to 90 seconds. ആറാമത്തെ ഐഡന്റിഫൈ ദ കീ വേർഡ്സ് ദ ക്വസ്റ്റ്യൻ ലൊക്കേഷൻ എന്നാണ്. പെൻസിൽ പോയിന്റ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മൾ ഈ പാഠങ്ങൾ പഠിച്ചിട്ടുള്ള. അപ്പൊ എന്നാലും വായിക്കുക കേട്ടോ. ഡോണ്ട് ലീവ് ദ ബുക്ക്, അങ്ങനെ വായിക്കാം. നോ യൂസ് യുവർ ലിപ്സ്, ബ്രേക്ക് ഡൗൺ ലാർജ് സെന്റൻസസ് സ്മോൾ പാർട്സ്. ഓർമ്മയുണ്ടോ? വലിയ സെന്റൻസിനെ നമ്മൾ കട്ട് ചെയ്ത് സ്മോൾ സെന്റൻസ് ആക്കിയിട്ട് നമ്മൾ ചെയ്യണം. സോ നമുക്ക് ഈ തിയറി പഠിച്ചാൽ പോകാം. വി ഹാവ് ടു മേക്ക് ഇറ്റ് പ്രാക്ടീസ്. ഓക്കെ, അതുകൊണ്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ലേൺ ദ തിയറി. അടുത്ത് നോക്കുക. അതുകൊണ്ടാണ് നമ്മള് ഓരോ ഈ ബുക്കിന്റെ അകത്ത് നമ്മൾ കുറെ പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, നമ്മളത് നേരത്തെ, അതുകൊണ്ടാണ് നമ്മൾ വേറെ ഇന്നിപ്പോ ഈ ബുക്ക് മൊത്തം വായിക്കാനാണ് ഞാൻ ചെയ്യണം. പിന്നെ ഇൻട്രഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, റീഡ് പത്താമത്തെ വായിച്ചു നോക്കിയേ. ഈച്ച് പാസേജ് കണ്ടെയ്ൻസ് ആൻ ഇൻട്രൊഡക്ഷൻ, എ ബോഡി, എ കൺക്ലൂഷൻ. ഫസ്റ്റ് പാരഗ്രാഫ് മെയിൻ ഐഡിയ, തീം ഓഫ് സെന്റൻസ്, ലാസ്റ്റ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് ദി കൺക്ലൂഷൻ. ഇതിന് നമ്മുടെ ഐഡിയ അല്ലേ. നമ്മളിപ്പോ റീഡിങ്ങിന്റെ പാസ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണേ? ആദ്യത്തെ സെന്റൻസ് ടോപ്പിക് സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് വായിക്കുന്നത് എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. നമ്മൾ അതേ സെയിം പോയിന്റ് ഒക്കെ നമ്മൾ വായിക്കാൻ പോകണം കേട്ടോ. റീഡിങ്ങിന്റെ ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണോ റൈറ്റിങ്ങിന് എഴുതുന്നത് അതേപോലെ തന്നെ റീഡിങ്ങിന്റെ പാരഗ്രാഫ് വായിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീഡിങ്ങിന്റെ പാരഗ്രാഫ് ഒരു അക്കാദമിക് സാർ എഴുതിയിരിക്കുന്നതാണ്, അദ്ദേഹം ഈ സെയിം ഫോർമാറ്റിനെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ വായിച്ചു. അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ ആ പാരഗ്രാഫ് ഇല്ല. അടുത്ത ഇൻട്രൊഡക്ഷൻ വായിച്ചു, ഈ പാരഗ്രാഫ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കിയപ്പോ ഏകദേശം അടുത്ത് പോകുന്നുണ്ട്. എക്സാം നോക്കിയപ്പോ നല്ലോണം ക്ലിയർ ആയി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ആ ഒരു ടൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈച്ച് പാരഗ്രാഫ് കണ്ടെയ്ൻ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. അതാണ് ഇതിന്റെ അകത്തെ ഏറ്റവും ഒരു സീക്രട്ട് ഈ റീഡിങ്ങിന്റെ കേട്ടോ. നമ്മൾ റീഡിങ് അങ്ങനെ വായിക്കാൻ പഠിക്കുമ്പോൾ വി വിൽ ഗെറ്റ് ടു ഫാസ്റ്റ്. നമുക്ക് ടെൻഷൻ ഇല്ലാണ്ടാവുക. നമുക്കിപ്പോ 5 പാരഗ്രാഫ് ഉണ്ടെങ്കിലും 5 ടോപ്പിക് സെന്റൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച് പാരഗ്രാഫ് നമുക്ക് മനസ്സിലായില്ലേ? മൂന്നാമത്തെ പാരഗ്രാഫിൽ ടോപ്പിക് സെന്റൻസ് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. മത്തായി മരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത സെന്റൻസ് വായിച്ചു നോക്കും. ഓക്കെ, ഇതാണ് അതിനകത്ത് ടോപ്പിക് കൊടുക്കുന്നത്. മനസ്സിലായി, മത്തായി മരിച്ചു എന്ന് തന്നെയാണ് എഴുതിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഉണ്ടായില്ല. അപ്പൊ സോ വി ഹാവ് ടു ബി, നമ്മുടെ റീഡിങ് നമ്മൾ ആ ഒരു ഫോക്കസ്, നമ്മൾ ആ ഒരു രീതി നമ്മൾ എപ്പോഴും എന്ത് റീഡിങ് ചെയ്യാൻ പോലും അങ്ങനെ നമ്മൾ സെൽഫായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നോക്കുക, ഇത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് എല്ലാം. 10 സ്ട്രാറ്റജി ഓർമ്മയുണ്ടല്ലോ. പാരാഗ്രാഫ് ഹെഡിങ് മാച്ചിങ്, രണ്ടാമത്തെ പാരാഗ്രാഫ് ഇൻഫർമേഷൻ മാച്ചിങ്, സയന്റിസ്റ്റ്, ഓതർ, ഫീച്ചർ മാച്ചിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, സെന്റൻസ് ഹോൾസ് മാച്ചിങ്, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് മാച്ചിങ്, ഐഡന്റിഫിക്കേഷൻ, റൈറ്റേഴ്സ്. എന്തോ ഇതാണ് യെസ് നോ നോട്ട് ഗിവൺ. ഓക്കെ, അപ്പൊ സാറ് ഒരു 200 ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടല്ലേ സാറേ? അതെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം, എന്റെ എല്ലാം കഴിഞ്ഞില്ല. ഓക്കെ, അതിന്റെ ആൻസർ അവസാനം നോക്കിയാൽ മതി കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. കാരണം അങ്ങോട്ടേക്ക് ആൻസർ നോക്കാൻ പോകുമ്പോ ചിലപ്പോ നമ്മൾ അറിയാതെ ട്രൂവും ഫാൾസും അങ്ങോട്ട് നോക്കി പോവേ.
അപ്പൊ ഇത് അതിന്റെ സ്ട്രാറ്റജിയാണ്. നമ്മളിത് പഠിച്ചാണല്ല. ഫൈൻഡിങ് ഫാക്ടേഴ്സ് ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ പഠിച്ചാണ്. മിസ്റ്റേക്സ് ഇൻ IELTS റീഡിംഗ്. Do not follow the question time management. Did mistakes in answer transfer. So practice. അപ്പൊ റീഡിങ്ങിന്റെ ഒട്ടുമിക്ക നമ്മൾ പഠിച്ചാ കേട്ടോ. ഓക്കെ. സോ എന്ന് വെച്ചോണ്ട് ഈ ബുക്ക് ആയത് വായിച്ചു പോകുമ്പോ അതെല്ലാം നല്ലോണം വായിക്കാം കേട്ടോ. ഇപ്പൊ റീഡിങ്ങിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. എന്തൊക്കെയാണ് നമ്മൾ റീഡിങ് നോക്കിയത് നമ്മൾ കണ്ടു. റീഡിങ്ങിന്റെ അകത്ത് നമ്മൾ ജനറൽ നോക്കിയായിരുന്നു. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മിസ്റ്റേക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഹൗ ടു സോൾവ് പാസേജ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. നമ്മൾ ചെയ്തിട്ടുണ്ട്. വെൽ ഡൺ. ഓക്കെ. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ സൊല്യൂഷൻസ്. അതതിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു റീഡിങ്ങിന്റെ പാരഗ്രാഫും അതിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് മൂന്നാമത്തെ റീഡിങ്ങിന്റെ പാരഗ്രാഫും അതിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും. മൂന്നാമത്തെ റീഡിങ്ങിന്റെ പാരഗ്രാഫ്, സോറി. പിന്നെ അത് വായിക്കുമ്പോഴും ആദ്യ സെന്റൻസ്, ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ. നമുക്ക് എക്സാക്ട്ലി നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ തന്നെയും വി ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് എ മോഡൽ ഈസ് ദേർ. ഓക്കെ. സംടൈംസ് നമ്മൾ ട്രിക്ക് ചെയ്യാൻ വേണ്ടി അവർ എക്സാമ്പിളൊക്കെ ആദ്യം രണ്ടാമത് ഇടും കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് 4 എക്സസൈസ് ഉണ്ട്. ആ 4 എക്സസൈസും ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പോവാണ്ടിരുന്ന കഴിഞ്ഞാൽ അതിനകത്ത് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആൻസേഴ്സ് ഇപ്പൊ നോക്കണ്ട. നമ്മളത് കൃത്യമായിട്ട് ചെയ്ത് പോയി കഴിയുമ്പോ അത് ക്വസ്റ്റ്യൻ അത് ഒറ്റ ഇരിപ്പിന് വായിക്കുമ്പോഴാണ് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് എത്ര മാത്രം നമുക്ക് അതിന്റെ അകത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത്. റൈറ്റ്. അപ്പോ റീഡിങ് നമ്മള് അതിന്റെ തിയറി ഒട്ടുമിക്ക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബ്രെയിനിലുണ്ട്. റിഫ്രഷ് ചെയ്യുക കേട്ടോ. അടുത്ത 4ാമത്തെ റൈറ്റിംഗ് സെക്ഷൻ നോക്കാം. റൈറ്റിംഗ് സെക്ഷനിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം നോക്കാം. അസസ്മെന്റ് ഓഫ് റൈറ്റിംഗ് ടാസ്ക്, അക്കാദമിക് റൈറ്റിംഗ് ടാസ്ക്, റൈറ്റിംഗ് 1, വൊക്കാബുലറി സിനോണിമസ്, ഹൗ ടു റൈറ്റ് ഇൻട്രൊഡക്ഷൻ ടു റൈറ്റിംഗ് 1, ജനറൽ റൂൾസ് ഫോർ ചാർട്ട് റൈറ്റിംഗ്, ടൈം ഫ്രെയിം ആൻഡ് ടെൻസ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ടേബിൾ ചാർട്ട്, പൈ ചാർട്ട്, മാപ്പ് ചാർട്ട്, എന്തെല്ലാം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റിംഗ് 2 ടൈപ്സ് ഓഫ് എസ്സേസ്, ജനറൽ റൂൾസ് ഫോർ എസ്സേ റൈറ്റിംഗ്, ഇൻട്രൊഡക്ഷൻ ഫോർ എസ്സേ റൈറ്റിംഗ്, ഇൻട്രൊഡക്ഷൻ ഫോർ കോൺട്രോവേഴ്സ്യൽ ടോപ്പിക്സ്, ഇൻട്രൊഡക്ഷൻ ഫോർ ജനറൽ സിറ്റുവേഷൻ ടോപ്പിക്സ്. ഈ 3 സാധനവും നമ്മുടെ മറ്റേ ഇത് തന്നെയാണ് കേട്ടോ. അതായത് ഡിസ്കഷൻ ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ 3 ടൈപ്പ് നമ്മൾ പഠിച്ചില്ലേ, അതിന്റെ ആ 3 ടൈപ്പ് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വേറൊരു നെയിമിൽ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബോഡി ഓഫ് എസ്സേ, കൺക്ലൂഷൻ, വൊക്കാബുലറി ഫേസസ്, സം എസ്സേ പ്ലാൻസ്, പ്രാക്ടീസ് ടിപ്പ് ഓഫ് എസ്സേ റൈറ്റിംഗ്, എസ്സേ ടോപ്പിക്സ്, അക്കാദമിക് റൈറ്റിംഗ് 1 ടോപ്പിക്, കോമൺ മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ്, ജനറൽ ട്രെയിനിങ് റൈറ്റിംഗ്, GT ജനറൽ ട്രെയിനിങ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ റൈറ്റിംഗിൽ നോക്കുവാണെങ്കിൽ അസസ്മെന്റ് ഇൻ റൈറ്റിംഗ്, ഇതെന്താന്ന് മനസ്സിലായി. ഈ ആദ്യത്തെ ചാർട്ട്, അതായത് നമ്മൾ പഠിച്ചതാണ്. അതായത് 25% കണ്ടന്റിന് ടാസ്ക് അച്ചീവ് ചെയ്തതിനും 25% മാർക്ക് ലാക്ചർ റിസോഴ്സസ്, വൊക്കാബുലറിക്ക് 25% മാർക്ക്, ഗ്രാമറിന് 25% മാർക്ക് ഓർഗനൈസ് ചെയ്തതിന് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു തിയറി അത് ജസ്റ്റ് കുറച്ചും കൂടെ ഒരു ലിബറൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അക്കാദമിക് റൈറ്റിംഗ് ടാസ്ക് 2 ടൈപ്പ് ഉണ്ട്. മെയിൻ ആയിട്ടും വരുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും ടൈപ്പ് ചാർട്ടുകളാണ് മിക്കവാറും നമുക്ക് വരിക റിപ്പോർട്ട് ചെയ്താണ് കേട്ടോ.
ഇതിനകത്ത് ഇവര് ഒരു നമ്പർ യൂണിറ്റ് ടൈം, വാല്യൂ യൂണിറ്റ് ടൈം, അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട് അത്. പിന്നെ അതാണ് ടൈം ഫ്രെയിം പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്, അല്ല പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ്, പ്രെഡിക്കേറ്റഡ് ഫോർ ഫ്യൂച്ചർ, ടൈം അത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും പഠിക്കണം, ഓർമ്മയുണ്ടല്ലോ ഈ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിനകത്ത് കേട്ടോ. സോ ആ ചാർട്ട് നല്ലോണം ഇന്ന് ഒന്നും കൂടെ വായിക്കുക. പിന്നെ നമ്മൾ ഇതും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഇത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലേ. എന്താ നിങ്ങക്ക് സൗണ്ട് ഒരു 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 സംശയം? ഞങ്ങൾ കാണാണ്ട് പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നുകൂടി വായിച്ചു നോക്കണം. എനിക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, വെള്ളം പോലെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. ഓക്കെ, ഹൗ ടു റൈറ്റ് ഇൻട്രൊഡക്ഷൻ ഫോർ റൈറ്റിംഗ് 1. ഓക്കെ, എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോളൂ. ജനറൽ റൂൾസ് ഫോർ ചാർട്ട് റൈറ്റിംഗ്. ചാർട്ട് റൈറ്റിംഗിനുള്ള ജനറൽ റൂൾസ് നമ്മളിത് ഒട്ടുമിക്ക നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ജനറൽ റൂൾസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് കുറേയും കൂടെ നല്ല ഡീപ്പായിട്ടൊരു ഐഡിയ കിട്ടും കേട്ടോ. ഡു നോട്ട് ഗീവ് ഒപ്പീനിയൻ ഓൺ യുവർ റിപ്പോർട്ട്, മെയിൻ ഫീച്ചേഴ്സ്, അനാലിസിസ്, ബട്ട് ഡു നോട്ട് റൈറ്റ് എനിത്തിങ് ദാറ്റ് നോട്ട് ഷോൺ ദ ചാർട്ട്, ഡിസ്ക്രൈബ്, അനലൈസിസ്. ഇവിടെ VUT എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, വാല്യൂ യൂണിറ്റ് ടൈം. ഓക്കെ, സോ അതൊന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ യൂസ് ലിങ്കേഴ്സ്, കറക്റ്റ് ടെൻസ് ആൻഡ് വോയിസ്, വേർഡ്സ് ആൻഡ് സിനോണിമസ്, ഡു നോട്ട് യൂസ് ബുള്ളറ്റ് പോയിന്റ്സ്, റൈറ്റ് എ ഫ്ലോ ഓഫ് എ റിപ്പോർട്ട് ലൈക്ക് എൻ എസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്ലോബൽ ട്രെൻഡ്, പ്രൊമനന്റ് ഫാക്ട്. ഓക്കെ, ടൈം ഫ്രെയിം ആൻഡ് ടെൻസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. ടൈപ്സ് ഓഫ് ടൈം ഫ്രെയിം അറൌണ്ട് റിപ്പോർട്ട് റൈറ്റിംഗ്. ഉണ്ടോ ആ വാക്ക് ശ്രദ്ധിക്കുക, റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം അവിടെ, വി ക്യാൻ റൈറ്റ് റിപ്പോർട്ട് റൈറ്റിംഗ് ലാംഗ്വേജ് എഴുതാൻ എനിക്കറിയാം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. മറ്റേ എന്ന് പറയുമ്പോൾ അക്കാദമിക് എസ്സേ എഴുതാനുള്ള റൈറ്റിംഗ് ലാംഗ്വേജ് ടോട്ടലി ഡിഫറെന്റ്. അവിടെ ഡിഫറെന്റ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ വൊക്കാബുലറി കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്ത് സിമ്പിൾ പ്രസൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്. ഇത് നടന്നുപോയൊരു കാര്യം അല്ലേ, സംതിങ് ഇൻ ദ പാസ്റ്റ് നടന്നുപോയ കാര്യമാണ്. പാസ്റ്റിൽ 1990, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ 90 മുതൽ 95 വരെ കണ്ടിന്യൂസ് പാട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്ത് ടെൻസ് അത്? കോമൺ സെൻസ് ആണ് കേട്ടോ, അല്ലേ. ഇത് കഴിഞ്ഞ പോയ കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സമ്മറൈസ് ഇൻഫർമേഷൻ. ഓക്കെ, നമ്മൾ ഈ ചാർട്ട് കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ചാർട്ട്. ഓക്കെ, ഇത് നമ്മൾ ഇതെല്ലാം നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്വിക്ക്ലി, ഷാർപ്പ്ലി. ഈ വൊക്കാബുലറി എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് വൊക്കാബുലറി വല്ലതും ഉണ്ട്. ഈ ചാർട്ട് നമ്മൾ ഓർമ്മയുണ്ടോ? ഈ ചാർട്ട് നമ്മൾ പഠിച്ചാണ് കേട്ടോ, പഠിക്കാത്ത ഒന്നും ഇല്ലാത്തില്ല കേട്ടോ. ടേബിൾ ചാർട്ട് കണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്തോ എനിക്ക് ഓർമ്മയില്ല. ടേബിൾ ചാർട്ട് ചെയ്തതാണോ? ഓക്കെ, ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അറിയാം ഇപ്പൊ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാം. ഓക്കെ, അല്ല നമ്മളിതിനകത്ത് ബേസിക്കലി ഇതിനകത്തെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഇതോ, ഇത് നമ്മൾ ചെയ്തില്ല അല്ലേ? ഓക്കെ, ഇതൊന്ന് നല്ലോണം വായിച്ചു നോക്കൂ, നമുക്കത് ചെയ്യാം കേട്ടോ. ഇതോ, ഇതോ, അപ്പോ ഇതും ചെയ്തിട്ടില്ല അല്ലേ? അത് കണ്ടിട്ട് പേടിയാവുന്നില്ല. ഇത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, സാറ്റലൈറ്റ്, റഡാർ,
ഞാൻ വേണ്ട സാറേ, ഇത് നമ്മൾ എഴുതുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു സയന്റിഫിക് നോളജ് ഒക്കെ വേണ്ട സാർ അത് എഴുതണമെങ്കിൽ ഒരിച്ചിരി നമുക്കൊരു ഐഡിയ വേണ്ടേ ശരിക്കും? അത്ര ഐഡിയ വേണമെന്നില്ല, കാരണം നമുക്ക് എഴുതേണ്ട ഒക്കാബേഴ്സ് എല്ലാം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഈ കോത്ത് അത് കൊടുത്ത നമ്മൾ ഒക്കാബേഴ്സ് എഴുതുമ്പോ ആണല്ലോ. ഒരു അതിനകത്ത് ഇതില് നമുക്ക് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വായിച്ചു നോക്കി, ഇതിനകത്ത് അത്രമാത്രം നമുക്ക് സയന്റിഫിക് ആയിട്ട് നോളജ് ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കൂലേ ഇവരധികം പറഞ്ഞ കോംപ്ലിക്കേറ്റഡ്. നമുക്ക് പറയാവുന്ന നമുക്ക് ചോദിക്കുള്ളൂ. അവര് ഒക്കാബിലിറ്റിയുടെ മേലെ നോക്കണത്. ഇത് നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ ഇത് രണ്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇത് രണ്ടെണ്ണമുള്ളതാണ്. നിങ്ങൾക്ക് ചാർട്ട് അടിയിലത്തെ ചാർട്ട് രണ്ട് മൾട്ടിപ്പിൾ ചാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ ഒരെണ്ണം. ഇത് നമ്മൾ മൾട്ടിപ്പിൾ ചാർട്ട് ഒരുപാട് ചെയ്തിട്ടില്ല. രണ്ട് ചാർട്ട് മിക്സ് ആയിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ ആ ഇപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ അത്ര എസ് കാണാപ്പഴം പഠിക്കുവാണെങ്കിൽ നമ്മുടെ ഒക്കാബിലിറ്റി ക്ലിയർ ആയി കേട്ടോ. സാറ് കാണാപ്പടം പഠിക്കുന്നോ? ഇന്നലെ സാറ് പറഞ്ഞു കാണാപ്പടം പഠിക്കാൻ പാടില്ലെന്ന്. അങ്ങനല്ല ഞാൻ പറഞ്ഞ എല്ലാ എസ്ഐയും അല്ല, ഓരോ മോഡൽ എസ്ഐയും ഓരോന്ന് കാണാൻ പഠിക്കാൻ. അതെ, പക്ഷെ സാറ് പറഞ്ഞത് അങ്ങനെ കാണാപ്പടം കാണാപ്പടം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ സെന്റൻസുകൾ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണ്ട. പക്ഷെ നമുക്ക് അതായത് ഇപ്പൊ തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു പൈ ചാർട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പൈ ചാർട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പൈ ചാർട്ടിന്റെ അകത്ത് ഒക്കാബിലിറ്റി ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടും അല്ലെ? അതേസമയം നമ്മളൊരു പൈ ചാർട്ട് എടുത്ത് വെച്ചിട്ട് അതിന്റെ അകത്ത് ഒക്കാബിലിറ്റി മാത്രം പുറത്തേക്ക് എടുത്ത് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ എത്രമാത്രം പഠിക്കാൻ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സെന്റൻസുകൾ അങ്ങനെ, അതായത് അവർക്ക് തോന്നാത്ത വിധത്തിൽ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി കേട്ടോ. കാണാപ്പഴം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കാബിലിറ്റി എല്ലാം നമ്മുടെ തലയിൽ കയറില്ലേ? നമ്മൾ പറയുന്ന ഒക്കാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വേർഡല്ല, ഒന്നിലധികം വേർഡ് ചേർന്ന ഒക്കാബിലിറ്റി ആണ് നമ്മൾ മെയിൻ ചെയ്യണേ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഉപയോഗിക്കാൻ പറ്റും. അതേസമയം ഇപ്പൊ ഈ ഒരു ഗ്രാഫായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിൽ ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, അടുത്ത് വായിക്കാം. റൈറ്റിംഗ് ടാസ്ക് 2. നമ്മളിത് വേറൊരു മെത്തേഡിൽ നമ്മൾ നോക്കിയിരിക്കണേ, അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. കാരണം നമ്മള് എന്താ ഇതിപ്പോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഇത് വേറൊരു മെത്തേഡിലാണ് ഞാൻ ഈ മെത്തേഡ് നമ്മൾ ജസ്റ്റ് നോക്കിയിരുന്നു. അപ്പോ ഈ ഒരു മെത്തേഡ് നോക്കിയിരുന്നെങ്കിലും ഐ എം നോട്ട് ഫുള്ളി കൺവിൻസ്ഡ് ദിസ് മെത്തേഡ് കേട്ടോ. എനിക്ക് ആ മെത്തേഡിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് നോക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ ഇത് നോക്കിയിരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, മോർ ഓവർ, ഫൈനലി, ഫസ്റ്റ് ഓഫ്, ഫർദർ മോർ, ഫൈനലി അല്ലെ? അതാണ് ലിങ്കിങ് വേർഡ്സ് കേട്ടോ. അപ്പൊ ഈ എസ്ഐസ് ഇതാത് എസ് കൊടുത്തിട്ടുണ്ട്. ആ എസ്ഐസ് ഇതാണ് ലിങ്കിങ് വേർഡ്സ്. നമ്മൾ ഈ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മോർ ഓവർ, ഫർദർ മോർ, ഇൻ അഡീഷൻ, അഗെയിൻ, ബട്ട്, however, nevertheless, nonetheless, on the other hand, on the contrary, by the contrast, although, yet. For example, for instance, for such as particular into state. Example കാണിക്കാൻ വേണ്ടിയിട്ട് faces for some consequences. So therefore, as a result, thus. Faces to denote sequence of the idea. Firstly, secondly, thirdly. ആ ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലേ? Sequence of the action at first, then, second. Let's define the explain. To be more precise, by this I mean, in other words, this is to say, here I am referring to. Conclusion, the other phrases I mean conclusion, sum of, in the nutshell. This is the tendency to believe that nothing concessions argument. ഈ അവസാനത്ത് കണ്ടോ? by heart all of the above said phrases. Learn those which are easy to remember for you. Use them in your writing and speaking.
അപ്പൊ നമ്മൾ സംസാര ഭാഷ എന്ന് പറയുമ്പോ അവിടെ പോയിട്ട് ബ്ലണ്ടർ അടിക്കുക എന്നുള്ളതല്ല അർത്ഥമല്ല. വി ഹാവ് ടു ബി ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ലാസ്റ്റ്ലി. ഇറ്റ് മേ ബി ട്രൂ ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റൻഡ് ക്ലിയർലി, ഫൈനലി. That's the way we have to be talk. We got a new idea, isn't it? Some essay plans. Practice. Do not learn essay by heart. Okay. ഞാൻ അതിനോട് 100% യോജിക്കുന്നില്ല. അതിന്റെ കാര്യം മാത്രമാണെങ്കിൽ നമ്മൾ ഈ ഒക്കാബുലറി നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒക്കാബുലറി ഇപ്പുറത്ത് നടക്കൂല, അല്ലെ? It's impossible. It will take a long time. അപ്പോൾ ഏറ്റവും ക്ലിനിക്കലി ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ കീ ഹോൾ സർജറി പോലെയാ. ഓപ്പറേഷൻ നടക്കുകയും ചെയ്യും, വേറെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ചൊക്കെ എസ്ഐസ് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നോക്കിയിരുന്നു തോന്നുന്നു അല്ലേ? ഇത് നോക്കിയിട്ടില്ല, നമ്മൾ ഇത് നോക്കിയിട്ടുണ്ടോ? ഇതുപോലത്തെ മോഡൽ ഉണ്ട്, പക്ഷെ ഇത് നോക്കിയിട്ടില്ല. ഇതുപോലത്തെ ഇത് നോക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല, ബട്ട് സം ഓഫ് ദം. ഞാൻ ഒരു കാലത്ത് ഭയങ്കര ഹാപ്പി ആയി. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞപ്പോ ഗ്രാഫ് ആണല്ലോ എന്നൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ കേട്ടോ. ഓക്കെ, അതായത് ഒരു ഗ്രാഫ് അങ്ങനത്തെ ഒരു ടെൻഷന് ആ ഒരു പേടി മാർക്കിട്ട് നമ്മൾ വന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇത് നമ്മൾ നോക്കാത്ത ടൈപ്പ്, ഈ ടൈപ്പ് നമുക്ക് കുറച്ച് നോക്കേണ്ടതുണ്ട് കേട്ടോ. അവരുടെ കാറ്റുമാണ് ഈ ടൈപ്പ് റിപ്പോർട്ട് ചെയ്താനായിട്ട്. പിന്നെ കോമൺ മിസ്റ്റേക്സ്. Memorize essay. You memorize essay sentences may not said to be given topic. അതാണ് ഈ essay memorize ചെയ്തുള്ള പ്രോബ്ലം. You memorize the essay sentence may not set to the given topic. ആ തന്ന ടോപ്പിക്കിനുമായിട്ട് ബന്ധപ്പെട്ട ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെ essay memorize വെച്ചിട്ട് വരിക. പക്ഷെ ചില സെന്റൻസുകളൊക്കെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഫോർ ഓർ അഗെയിൻസ്റ്റ് പൊസിഷൻ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ദ റിലവന്റ് ആർഗ്യുമെന്റ് ആൻഡ് ദ വേ ടു എക്സ്പ്രസ് ദം ഇസ് വെരി ഇമ്പോർട്ടന്റ്. യു ക്യാൻ എക്സ്പ്രസ് ഒരു ആർഗ്യുമെന്റ് ഓൺ എനി സൈഡ്. Incomplete answer. Did not answer the topic question completely if there are two or more parts there. There is no coherence or cohesion. In the writing, you must make good flow, elaboration of the main idea with argument, explanation, and example. The ideas must be linked. Connective argument with linked. ശ്രദ്ധിക്കുക, overuse of connective words, market, and it is a well-known problem. അപ്പൊ ലിങ്കിങ് വേർഡ് ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ചുമ്മാ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിന് മുമ്പ് കൊടുത്ത എസ്സേക്കകത്ത് ബോൾഡ് ലെറ്ററിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അതല്ല ലിങ്കിങ് വേർഡ്സ് കേട്ടോ. ബെറ്റർ നോട്ട് ടു ഗിവ് യുവർ ഒപ്പീനിയൻ, ദാറ്റ്സ് ബിഗിനിങ് ഓഫ് ദ റൈറ്റിംഗ്. ഇഫ് ദ ഒപ്പീനിയൻ ഇസ് ആസ്ക്ഡ്, വോയിസ് ഒപ്പീനിയൻ, ആർഗ്യുമെന്റ്സ്. ഇത് എസ്സേ റൈറ്റിംഗിന്റെ ആണ് കേട്ടോ. ആക്ച്വലി കുഴപ്പമില്ല. അതായത് ജനറൽ എസ്സേ ആണ്. ഇത് സ്പീക്കിങ്ങിന്റെ, അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. അപ്പോ ഈ ബുക്കിന്റെ അകത്ത് പോയിട്ട് ഈ ബുക്ക് എടുത്തിട്ട് ഇപ്പൊ ബുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിനകത്ത് പോയിട്ട് ബുക്കിന്റെ അകത്ത് പോയി മൊത്തം ഒന്ന് ഓടിച്ചു നോക്കി. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം, ഗോ ത്രൂ ദ ബുക്ക് സ്റ്റെപ്പ് ബൈ സ്ലോലി. ഓക്കെ, വെരി സ്ലോലി ആ ബുക്ക് എല്ലാം ഒന്ന് ഗോ ത്രൂ ചെയ്യുക. റൈറ്റിങ്ങിന്റെ അവസാനം വരെ ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എല്ലാം വേണ്ടി എഴുതാൻ വേണ്ടി നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ഒന്നുമില്ല പേജ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു വാക്കായിട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ച് നമ്മൾ ചോദിക്കുമ്പോ നമുക്ക് ഇങ്ങനെ തന്നെ സംഭവം കിട്ടണം.
ഉം.